എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഈ ആഴ്ച നമ്മൾ കണ്ടു സേതുവും പല്ലവി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. സത്യങ്ങളൊക്കെ ആരോടും തുറന്നു പറയാനും പറ്റുന്നില്ല. പൂർണിമയോട് പറയാൻ ചെന്ന് കഴിഞ്ഞപ്പോ പൂർണിമ ഭയങ്കര സന്തോഷത്തിലാണ്. നല്ലൊരു വിവാഹബന്ധമാണല്ലോ കിട്ടിയിരിക്കുന്നത് നിഖിലുമായിട്ടുള്ള. എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം കഴിഞ്ഞാൽ മതി എന്നൊരു സന്തോഷത്തിലാണ് പൂർണിമ. പിന്നീട് ആരോട് പറയണമെന്ന് അറിയത്തില്ല. കുറുപ്പന്മാനോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. കുറുപ്പന്മാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സേതുവിനോട്. ഈ കല്യാണം നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തെ ബാധിക്കുന്നേ. നിനക്ക് പിന്നെ മാധവമേനയുടെ സ്വത്തില്ലാത്ത യാതൊരു അവകാശം ഇല്ലാതെ പോകുന്നു. അങ്ങനെ വന്ന പിന്നെ അറിയാലോ നീ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ട വരുമെന്ന് പറയാണ്. സേതുവിന് അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. സേതുവിനെ സംബന്ധിച്ചിടത്തോളം പണവും പ്രതാപവും അല്ല, തന്റെ അനിയത്തിയുടെ ജീവിതമാണ് വലുത്. പിന്നീട് രാത്രി കഴിഞ്ഞപ്പോ സേതു ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത് പല്ലവി അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു, അതെ സേതുവേട്ടൻ വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് സമയമുണ്ടല്ലോ, നമുക്ക് എന്തേലും ചെയ്യാന്ന് പറയാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ? വേണ്ട, അച്ഛനോട് തുറന്നു പറഞ്ഞ അച്ഛന്റെ മനസ്സ് വേദനിക്കില്ലേ? പക്ഷെ അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? പൂർണ്ണാമ്മയുടെ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റില്ല. വേറെ ആരെങ്കിലും അറിഞ്ഞിരിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കാണ് മിത്രന്റെ ശ്രീഹരിയും കൂടെ അങ്ങോട്ട് വരുന്നേ. അവര് വന്നിട്ട് നിഖിലിനെ ബാറിന്റെ മുന്നിൽ വെച്ച് കണ്ട കാര്യങ്ങളൊക്കെ പറയാണ്. ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സേതുവിന് ഒരു കാര്യം ഉറപ്പായി. ഒരു കാരണവശാലും ഈ വിവാഹം നടക്കാൻ പാടില്ല. അവനെ പോലെ ഒരു ഫ്രോഡ് ഈ ലോകത്തെങ്ങുമില്ല. അവൻ വലിയ ചതിയെ ചെയ്തുകൊണ്ടിരിക്കുന്നേ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കിയേ മതിയാവുള്ളൂ. പക്ഷെ ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ പൂർണ്ണിമയ്ക്ക് ഉണ്ടാകുന്ന ആ ഒരു വിഷമത്തെക്കുറിച്ച് ഓർത്തപ്പം അതും അവർക്കൊരു വല്ലാത്തൊരു സങ്കടം തന്നെയായിരുന്നു. പക്ഷെ പല്ലവി സേതുവിന് ധൈര്യം കൊടുക്കുന്നുണ്ട്. സേതുവേട്ടൻ ധൈര്യമായിട്ടിരിക്കുക, എന്തായാലും ഒരു വഴി തെളിയാതിരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ധൈര്യം കൊടുക്കുകയാണ്. ആ സമയം ഋതുവിന്റെ മനസ്സിലും വലിയ പ്ലാനുകളൊക്കെയാണ്. ഒരുപക്ഷെ നാളെ വിവാഹം നടക്കാതിരിക്കുവാണെങ്കിൽ ഏറ്റവും നല്ല അതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ സേതുമാധവൻ ഇവിടുന്ന് അടിച്ചിറക്കാനായിട്ട് പറ്റും. അവന് ഇവിടുന്ന് പോണം. അവൻ മാത്രമല്ല ആ പല്ലവിയും പോണം. അങ്ങനെ പോയാലോ ഈ കുടുംബത്തിൽ ഇനിയിപ്പോ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. സ്വത്തുക്കളിൽ ഒരംശം പോലും അവന് കിട്ടാനായിട്ട് പാടില്ല. തന്റെ അച്ഛൻ എഴുതി വെച്ചതാ, പക്ഷെ അവന് അതിന്റെ അർഹതയില്ല. അവൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നൊക്കെ ഒരു ചിന്ത ഋതുവിന്റെ മനസ്സിലും ഉണ്ടാകുന്നുണ്ട്. എങ്കിൽ തന്റെ വലിയേട്ടനാണല്ലോ എന്നൊരു ചിന്ത അവളുടെ മനസ്സിലില്ല. എങ്ങനെയെങ്കിലും തന്റെ അനിയത്തിയുടെ കല്യാണം മുടങ്ങിയാലും വേണ്ടില്ല, സേതുമാധവനെ ഇവിടുന്ന് അടിച്ചിറക്കണമെന്നാണ് അവളുടെ മനസ്സിലുള്ള ആഗ്രഹം. അതിന് ചെയ്യാൻ പറ്റുന്നതൊക്കെ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പണം കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ സേതുമാധവൻ കടവും വിലയും വാങ്ങിയാണെങ്കിൽ ഈ കല്യാണം നടത്തുന്ന ഒരു തീരുമാനത്തിലായിരുന്നു. അങ്ങനെയാണ് പലിശയ്ക്കാണെങ്കിലും പണം മേടിച്ച് അച്ഛന്റെ കല്യാണം നടത്താനായിട്ട് തീരുമാനിച്ചു തന്നെ. ഈ സമയം പൂർണ്ണിമയ്ക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. പൂർണ്ണിമയുടെ മനസ്സിലേക്ക് പല പല ചിന്തകളോ വരുന്നത്. ഒരുപക്ഷെ മാധവേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന മാധവേട്ടനായിരിക്കും. അച്ഛന്റെ വിവാഹം കാണാൻ ഒത്തിരിയധികം ആഗ്രഹിച്ചിരുന്നു. പക്ഷെ നടക്കാതെ പോയല്ലോ. മാധവേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എന്തിനും ഏതിനും മുന്നിട്ട് ഇറങ്ങിയാനും ആ ഒരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരിക. ഇല്ലേലും കുഴപ്പമില്ല, ഇനിയും ദൈവമായിട്ട് വിളിച്ചല്ലേ. സേതു ഉണ്ടല്ലോ, സേതു ഒന്നിനും ഒരു കുറവ് വരുത്താത്ത കാര്യങ്ങളൊക്കെ മംഗളമായിട്ട് നടത്തുന്നുണ്ട്. ഒരുപക്ഷെ മാധവേട്ടൻ നേരത്തെ അറിയായിരിക്കും. ഇതൊക്കെ അതുകൊണ്ടായിരിക്കും സേതുവിനോട് പൊന്നുമടത്തിലേക്ക് വരണമെന്ന് പറഞ്ഞ് ഈ പൊന്നുമടം വിട്ടു പോവല്ലോ എന്നൊക്കെ പറഞ്ഞ്. അതുകൂടാതെ തിരുമേനി പറഞ്ഞ കാര്യങ്ങളൊക്കെ അതൊക്കെ പൂർണ്ണിമയുടെ മനസ്സിൽ ഇങ്ങനെ പോവാണ്. പിന്നീട് പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പം എല്ലാരും നേരത്തെ തന്നെ എഴുന്നേറ്റ് റെഡിയാവാനായിട്ടൊക്കെ തുടങ്ങുവാണ്. ഈ സമയത്ത് പല്ലവിക്ക് സേതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എങ്ങനെയെങ്കിലും കല്യാണം മുടങ്ങിയേ പറ്റുള്ളൂ. മുടങ്ങിയില്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നു അറിയത്തില്ല. ഒരു പക്ഷെ ഏറ്റവും വലിയ ചതിക്കുഴിയിലേക്കായിരിക്കും അച്ചു പോയി വീഴാനായിട്ട് പോകുന്നത്. അതൊക്കെ ഓർത്തപ്പം വല്ലാത്ത വിഷമമായിരുന്നു. ഈ സമയം പൂർണിമ അവരെല്ലാം ഭയങ്കര സന്തോഷത്തിലാ. അച്ഛന്റെ കല്യാണമാണല്ലോ. അപ്പൊ എല്ലാരും റെഡിയാനായിട്ട് അങ്ങോട്ട് പോവാണ്. പിന്നീട് അച്ചുവിനെ ഒരുക്കാനായിട്ട് ബ്യൂട്ടീഷ്യൻ വരുന്നുണ്ട്. അങ്ങനെ അച്ചുവിനെ ഒരുക്കി ശേഷം എല്ലാവരും റെഡിയായതിനു ശേഷം ഫോട്ടോ സെക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എല്ലാവരും കൂടി ചേർന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നീട് ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം കൂടെ ബാക്കിയുണ്ട്. അപ്പോഴേക്കും അച്ഛനൊരു ആഗ്രഹമുണ്ട്. അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം അച്ഛന്റെ കുഴിമാടത്തിന് അരികെ പോയി അച്ഛന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം മേടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നീട് പല്ലവിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അതെ എനിക്ക് അച്ഛന്റെ അടുത്ത് പോയി അനുഗ്രഹം മേടിക്കണം, അച്ഛന്റെ കാല് തൊട്ട് വന്നിച്ച് അനുഗ്രഹം മേടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോയിട്ട് റെഡിയാവുകയാണ്. പല്ലവി പറഞ്ഞു, എന്നാ ശരി നമുക്ക് പോയിട്ട് വരാന്ന് പറഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്യാം, ചേച്ചിക്ക് ഇവിടെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളല്ലേ, ചേച്ചി റെഡി ആയിട്ടില്ലോ, ഞാൻ ഡ്രൈവറെയും കൂട്ടിക്കൊണ്ട് പെട്ടെന്ന് പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ അച്ചു മാധവമേനന്റെ കുഴിമാടത്തിനരികെ പോയി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് തിരിച്ച് അനുഗ്രഹം മേടിച്ച് വരുവാണ്. അച്ഛനാണ് വല്ലാത്തൊരു വിഷമമായിരുന്നു. അവിടെ പോയി അച്ചു പൊട്ടിക്കരയുന്നുണ്ട്. അച്ഛന് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വിഷമങ്ങളും വേദനകളും എല്ലാം പറയുന്നുണ്ട്. അച്ഛാ എന്റെ കല്യാണം എന്നറിയാലോ, എനിക്ക് ഇഷ്ടമില്ലാത്ത വിവാഹമാണ്.
ദേ എനിക്ക് ഇഷ്ടമില്ലാത്ത വിവാഹം എങ്ങനെയല്ലോ നീ ഒന്നും മുടക്കി തരണം, ഇനിയിപ്പം പറ്റില്ലെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്കൊരു പ്രതീക്ഷയില്ല, എനിക്കറിയാം എന്റെ ജീവിതം തകരാൻ പോവാന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുന്നുണ്ട്. അതിനെല്ലാം ശേഷം അച്ഛനും കൂട്ടി ഡ്രൈവർ വരുവാണ്. അങ്ങനെ വരുന്ന വഴിക്ക് ഇന്ദ്രൻ എന്ത് ചെയ്യുവാണ്, അച്ഛന്റെ കാറിനെ ഓവർടേക്ക് ചെയ്ത് അതിന് മുണ്ടിലേക്ക് കൊണ്ട് ഇടുവാണ്. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയായിപ്പോയി ഡ്രൈവർക്ക്. പിന്നെ ഡ്രൈവറെ പിടിച്ചെടുത്ത് ഇറക്കി തല്ലുവാണ്. അവസാനം അയാളെ തല്ലി അവശതയാക്കി ഇടുവാണ്. പിന്നീട് അച്ഛനെ അവിടുന്ന് വലിച്ചിറക്കുക. ഈ സമയത്ത് ഇതൊന്നും സേതു ആരും ഒട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പോ അച്ഛനെ കാണാൻ വന്നതിനും ഋതു സ്വാധീനം കൂടെ അങ്ങോട്ടേക്ക് അന്വേഷിച്ച് വരുവാണ്. അന്വേഷിച്ച് വന്നപ്പം പല്ലവിയും സേതുവും കൂടെ അവിടെ നിൽക്കുന്നുണ്ട്. അവരെ കണ്ടതും ഋതു ചോദിച്ചു, അല്ല അച്ചു എന്തേ ഇങ്ങോട്ട് വന്നിട്ടെന്ന് ചോദിക്കാം. അച്ചു ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. ഇല്ല, അവളിത് എവിടെ പോയി? അവള് അച്ഛന്റെ അനുഗ്രഹം മേടിക്കാൻ പോയെന്ന് പറഞ്ഞു. അച്ഛന്റെ അനുഗ്രഹം മേടിക്കാനോ? അപ്പം മാധവനെ അടക്കിയത് വേറെ സ്ഥലത്തല്ലേ, അവിടെ അനുഗ്രഹം മേടിക്കാൻ പോയതാന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സഹിച്ചില്ല. ഓഹോ, കല്യാണപ്പെണ്ണാണോ നിങ്ങൾ ഒറ്റയ്ക്ക് വിട്ടതെന്ന് ചോദിച്ചോണ്ട് സേതു മാധവനോട് കിടന്ന് തട്ടിക്കേറുവാണ്. സേതുവിന് അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ദേഷ്യം വന്നു. സേതു പറഞ്ഞു, ദേ കാര്യം പറയാൻ നീ അനാവശ്യമായിട്ട് കുറ്റപ്പെടുത്തില്ലെന്ന് പറയണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അച്ഛനെങ്ങനെ സംഭവിച്ചോടെ നിന്നെയൊന്നും വെറുതെ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സേതുവിനോട് ദേഷ്യപ്പെടുക. അല്ലെങ്കിൽ തന്നെ സേതുവിന് ആ പടം ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് ഋതുവിന്റെ ഈ പറച്ചിലും കൂടെ. എല്ലാം കേട്ട് സേതുവിന്റെ നിയന്ത്രണം വിട്ടുപോയി. സേതു അവളുടെ കർണം തീർത്തുനിന്ന് പൊട്ടിക്കണം. എന്നിട്ട് നീ മിണ്ടരുത്, ഒരക്ഷരം പോലും നീ മിണ്ടരുത്. അച്ഛന്റെ കല്യാണം മുടക്കാൻ വേണ്ടി നീ കാണിച്ചു കൂട്ടിയ തന്ത്രങ്ങളൊക്കെ എനിക്കറിയാം. നീ കൂടുതൽ എന്നെ കൊണ്ട് വിസ്തീരിക്കണ്ടല്ലോ, എന്നിട്ടാണോ നീ കിടന്ന് വായിട്ട് അലക്കണമെന്ന് ചോദിക്കും. ഒരക്ഷരം മിണ്ടാതിരുന്നാണോ. സ്വന്തം ചേച്ചിയുടെ കല്യാണം നടന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് സ്വത്തുക്കളുടെ അവകാശം കിട്ടുമല്ലോ, അപ്പൊ അതോർത്ത് നീ മുടക്കാൻ വേണ്ടി ശ്രമിച്ചോളാന്നറിയാം. അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയേണ്ടെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സ്വാതി ഒരു നിമിഷം ഞെട്ടിത്തിരിച്ചിരിക്കുക. സ്വാതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സേതുവിന്റെ കയ്യിൽ നിന്ന് തല്ലി കിട്ടുമെന്ന് ഋതു ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല. പിന്നീട് സേതു പറഞ്ഞു, അതെ അച്ഛനെ വിവാഹം നടത്തുന്നത് ഞാനാ, അവളെ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനും അറിയാന്ന് പറയാണ്. പിന്നീട് പല്ലവിയോട് പല്ലവി നമുക്കൊന്ന് പോയി നോക്കാന്ന് പറഞ്ഞ് അവരങ്ങോട്ട് പോവാണ്. ഈ സമയം അച്ചുവാണ് ആകെപ്പാട് ടെൻഷൻ. അച്ഛനെ എന്ത് ചെയ്യണം നിർത്തില്ല. അച്ഛനെ എന്ത് ചെയ്യുവാണ്, ആ കാറിനകത്തേക്ക് കൊണ്ടുപോയിട്ട് ഇന്ദ്രൻ ആ കാറിനകത്തേക്ക് ലോക്ക് ചെയ്യണം. അച്ചു അതിനകത്ത് കിടന്ന് അലറി വിളിക്കുന്നുണ്ട്, ആരെങ്കിലും രക്ഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ടേക്ക് ആരും വന്നില്ല. ഈ സമയത്താണ് സേതുവും പല്ലവിയും കൂടെ അച്ഛനെ അന്വേഷിച്ചു പോന്നെ. അവസാനം അങ്ങനെ അവര് അച്ഛന്റെ അരിയിലേക്ക് എത്തുവാണ്. ഈ സമയം അവര് വരുന്ന കണ്ടപ്പോ തന്നെ എന്ത് ചെയ്യണം, അച്ഛനെ വിളിച്ചിറക്കിക്കൊണ്ട് പെട്ടെന്ന് തന്നെ ഇന്ദ്രൻ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുക. പക്ഷെ കൃത്യസമയത്ത് തന്നെ സേതു അങ്ങോട്ടേക്ക് വന്നു. സേതു പിന്നെ ഇന്ദ്രനെ എടുത്തിട്ട് പെരുമാറുവാണ്. അങ്ങനെ അവസാനം ചവിട്ടി കൂട്ടി അവനെ കഴിഞ്ഞപ്പത്തിനാണ് സത്യങ്ങളൊക്കെ അറിയുന്നത്. നിഖില് കല്യാണം കഴിച്ചതിന് ശേഷം അവന് കൈമാറാനായിട്ടിരിക്കുമായിരുന്നു അച്ഛനെന്നുള്ള കാര്യം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സമനിലയേറ്റുന്ന പോലെ തോന്നി. അച്ഛന് ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. അച്ഛൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല. പിന്നീട് മുഹൂർത്തത്തിനുള്ള സമയം ഏകദേശം അടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും നിഖിലിനെ കയറ്റി മണ്ഡപത്തിലേക്ക് ഇരുത്തുവാണ്. ആ സമയത്ത് അച്ചു എത്തിയിട്ടുണ്ടായിരുന്നില്ല. കുറെ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനുമാണ് അച്ഛനെ രക്ഷിച്ചുകൊണ്ട് സേതുവും പല്ലവിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ. അങ്ങനെ അച്ചു അങ്ങോട്ടേക്ക് വരുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സ്വാതി ഋതുവും കൂടെ പോയിട്ട് അച്ഛനെ കയ്യെ പിടിച്ചിട്ട് അങ്ങോട്ട് മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകണം. ഇത്ര സമയത്ത് എവിടെയായിരുന്നു അച്ചു, സമയം ആയില്ല എന്ന് ചോദിച്ചോണ്ട് അങ്ങനെ അച്ഛനെ ആനയിച്ചോണ്ട് അവരെല്ലാരും കൂടെ മണ്ഡപത്തിലേക്ക് എത്തിക്കുവാണ്. ഈ സമയം അച്ഛനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു അവസ്ഥയായിരുന്നു. അച്ഛന്റെ പകപ്പ് ആ സമയത്ത് മാറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേങ്കില് എന്ത് വന്നാലും സേതുവേട്ടൻ തന്നോടൊപ്പം ഉണ്ട് എന്നൊരു ധൈര്യം അച്ഛന്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം അവന്റെ കള്ളത്തരം പൊളിച്ചെടുക്കണം. എല്ലാവരുടെ മുന്നിൽ വെച്ചാണ് അവന്റെ കള്ളത്തരം പൊളിച്ചെടുക്കാനായിട്ട്. അവൻ മണ്ഡപത്തിൽ ഇരിക്കുന്ന സമയത്ത് വേണം അവനെ വലിച്ചു കയറാനെന്ന് സേതുവിനും പല്ലവിക്കും അറിയായിരുന്നു. അങ്ങനെ ഇന്ദ്രനെ പഞ്ഞി കെട്ടിട്ട് സേതുവും പല്ലവി അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. കാരണം ഇന്ദ്രന് സത്യങ്ങളൊക്കെ തുറന്നു പറയണം, എന്നാലേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും ഇവര് വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. അങ്ങനെ താലി കെട്ടുന്ന മുഹൂർത്തമായി കഴിഞ്ഞ് നിഖില് താലി കെട്ടാനായിട്ട് താലി കയ്യിലെടുത്തു കഴിഞ്ഞപ്പോഴത്തേനും സേതു അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അതെ താലി കെട്ടാൻ വരട്ടെ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നിഖിൽ ഒരു നിമിഷം ഞെട്ടിപ്പോയി. പിന്നീടാണ് സേതുവിന്റെ സംഹാര താണ്ഡവം. നിഖിലിനെ അവിടെ നിന്ന് കൂടെ വലിച്ചിറക്കിയിട്ട് അവന്റെ കർണം തീർത്തുന്ന ആളിനെ അങ്ങോട്ട് പൊട്ടിച്ചു. പിന്നീടാണ് ആ സത്യങ്ങളൊക്കെ പറയണേ. ഇന്ദ്രനുമായിട്ടുള്ള കൂട്ടുകെട്ടുകളെ കുറിച്ചും പിന്നീട് നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചല്ല. എല്ലാം കേട്ടിരിക്കുമ്പോൾ നിഖില് നിഷേധിക്കുകയല്ലേ. പിന്നീട് ഇന്ദ്രനെ അങ്ങോട്ട് കൊണ്ടുവരുവാണ്. ഇന്ദ്രനെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അവിടെ നിർത്തി അങ്ങോട്ട് സത്യങ്ങളൊക്കെ അങ്ങോട്ട് മൊത്തം പറയിക്കുകയാണ്. അവസാനം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നിഖിലിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നിഖില് പക്ക ഫ്രോഡാന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി. പക്ഷേങ്കില് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അച്ഛന്റെ വിവാഹം മുടങ്ങുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ പൂർണിമയ്ക്ക് സഹിച്ചില്ല. പൂർണിമ ഒരു നിമിഷം അങ്ങോട്ട് ബോധം കെട്ട് പോവാണ്. പെട്ടെന്ന് അമ്മയെന്നും വിളിച്ചോണ്ട് എല്ലാവരും ഓടി ചെല്ലുവാണ്. കുറെ സമയം കഴിഞ്ഞ് പൂർണിമയ്ക്ക് മുഖത്ത് വെള്ളമൊക്കെ തളിച്ച് ബോധം വീഴുവാണ്. അങ്ങനെ അച്ഛന്റെ കല്യാണം ഇനിയിപ്പോ എന്ത് ചെയ്യും, എങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എത്തുവാണ്. ആ സമയത്ത് സേതുവിന്റെ അടുത്ത് വന്നിട്ട് അച്ചു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ശ്രീഹരിനെ ഇഷ്ടമെന്നുള്ള കാര്യം പറയാണ്. പിന്നീട് ഒന്നും നോക്കാനില്ലായിരുന്നു സേതുവിന്.
അങ്ങനെ ശ്രീഹരിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ശ്രീഹരിക്ക് ആദ്യം ഒരു വിസമ്മതമായിരുന്നു, വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെയാ തീരും, എന്തായാലും തീരും എന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെ അവസാനം ശ്രീഹരി സമ്മതിക്കുകയാണ്. പിന്നീട് പൂർണിമയോട് ഈ കാര്യങ്ങളൊക്കെ പറയാം. ആദ്യം പൂർണിമയ്ക്ക് എതിർത്തു, കാരണം എങ്ങനെയായി തീരുമെന്ന് അവർക്കും അറിയത്തില്ല. പെട്ടെന്ന് ഇങ്ങനെ ഒരു കല്യാണം എന്ന് പറഞ്ഞാല് ഋതു സ്വാതിയൊക്കെ ആണെങ്കിൽ ഇതിനെ എതിർക്കുക ചെയ്ത് ഒരു കാരണവശാലും നടക്കില്ലെന്ന് പറഞ്ഞിട്ട്. പക്ഷേങ്കില് സേതു പല വിട്ടുകൊടുത്തില്ല. അവസാനം അച്ചു പറഞ്ഞു, എനിക്കിനി ഒരു വിവാഹം ഉണ്ടെങ്കിൽ അത് ശ്രീഹരിയോടൊപ്പം മതി, എനിക്കിനി വേറെ ആരും വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന് പറയാണ്. അങ്ങനെ അവസാനം അച്ചുവിന്റെ വാശി തന്നെ ജയിക്കുവാണ്. അച്ചു പിടിച്ചിറം കൊണ്ട് പോവാ. അങ്ങനെ ശ്രീഹരി അച്ചുവിന്റെ കഴുത്തിൽ താലി ആർത്തുവാണ്. ഇതെല്ലാം കണ്ടോണ്ട് നോക്കി നിൽക്കാൻ ഈ പറയുന്ന പ്രതാപനൊക്കെ കഴിഞ്ഞുള്ളൂ. പ്രതാപനൊക്കെ നാണം കിട്ടു പോവാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയ തിരിച്ചടി അതിനല്ലേ കിട്ടിയിരിക്കുന്നത്. അത് മാത്രല്ല ഋതുവിനും. ഋതു കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ പേടിക്കേണ്ട കാര്യമില്ല. സേതുമാധി തന്നെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് അടിച്ചിറക്കാന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന, പക്ഷെ ആ പ്ലാനുകളും പദ്ധതികളും എല്ലാം പൊളിഞ്ഞു പോവാ. അങ്ങനെ അവസാനം ശ്രീഹരിയും അച്ചും കൂടെ ഒന്നാകുകയാണ്. അപ്പൊ അതിന്റെ നല്ല നല്ല വിശേഷങ്ങളൊക്കെ അടുത്ത ആഴ്ച കാണാനായിട്ട് പോകുന്നേ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.